ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ആദ്യം കാണാൻ പോകുന്നത് ബ്രൗൺ കടല പുലാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കടലയൊന്ന് വേവിച്ചെടുക്കണം. തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച കടലയാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിൽ ഒരു 3/4 കപ്പോളം കടല എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് 7-8 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലതുപോലെ അങ്ങ് വെന്ത് പോകാൻ പാടില്ല, എന്നാൽ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ടാവണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്, അതിന് ഒരു വിസിൽ മാത്രം മതി. അപ്പോൾ അതിനനുസരിച്ച് വേണം കടല ആദ്യം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് 8 വിസിൽ അടുപ്പിച്ച് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്നു നോക്കുമ്പം കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇത് മതിയാവും, ഇത് കറക്റ്റാണ്. എന്നിട്ട് കടലയുടെ വെള്ളം കളയുന്നില്ല കേട്ടോ, ഞാൻ അത് മാറ്റി വെക്കുന്നുണ്ട്, റൈസിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ബസ്മതി റൈസ് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം 15 മിനിറ്റ്സ് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ കുക്കറിലാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് 15 മിനിറ്റ്സ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് റൈസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പകുതി ചേർത്ത് കൊടുക്കാം, അതല്ല നിങ്ങൾക്ക് നെയ്യ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഹോൾ സ്പൈസസ്, ബിരിയാണി സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, ഒരു മെയ്സും പിന്നെ മറാഠി മൊഗ്ഗ് എന്ന് പറയും, പിന്നെ പെരിഞ്ജീരകം, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലയ്ക്ക ഒരു 5 ഉണ്ടാവും, ഒരു 5 ഗ്രാമ്പൂ ഉണ്ടാവും, 2 കഷ്ണം പട്ട, പിന്നെ ഒരു മെയ്സും ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേ ലീഫും ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഉള്ളിയാണ് ചേർത്തേക്കുന്നത്, നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയുടെ കളർ ഒന്ന് അത്യാവശ്യം വാടി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. പിന്നെ നമ്മൾ നേരത്തെ ചേർത്തേക്കുന്ന സ്പൈസസ് എല്ലാം വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഉള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ റൈസ് ബസ്മതി തന്നെ വേണമെന്നില്ല, പൊന്നി റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ലൈറ്റ് പിങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. തക്കാളി അവിടെ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയ ജാറിലേക്ക് 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഒരു 7-8 വെളുത്തുള്ളി ഉണ്ടാവും, പിന്നെ ഒരു ഉള്ളിയുടെ പകുതി ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, അതിന്റെ പകുതി പുതിനയില, ഇത്രയും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണേ. നിങ്ങൾക്ക് പുതിനയില മല്ലിയില അരയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും ചേർത്തിട്ട് അരയ്ക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അരച്ചിട്ട് ഒരുമിച്ചും ചേർക്കാം. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ലൈറ്റ് ഒരു ഗ്രീൻ കളർ വരുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ടേസ്റ്റ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ പേസ്റ്റും കൂടി ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് മുകളിലിങ്ങനെ തെളിഞ്ഞ് വരുമല്ലോ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ്. മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത്യാവശ്യം വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഭയങ്കര ചെറുതായിട്ടും അല്ല, എന്നാൽ ഭയങ്കര വലുതായിട്ടും അല്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, പെട്ടെന്ന് വെന്ത് കിട്ടണമെന്നേ ഉള്ളൂ. പിന്നെ ഉരുളക്കിഴങ്ങ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കഴിക്കുമ്പം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ബസ്മതി റൈസ് മാത്രമല്ല, നിങ്ങൾ വേറെ ഏത് റൈസ് യൂസ് ചെയ്യുകയാണെങ്കിലും കടല വേവിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. കാരണം കടലയ്ക്ക് അത്യാവശ്യം നല്ല വേവുണ്ട്, ഒരു 3-4 വിസിലൊന്നും വേവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഒരു 70-80% വേവട്ടെ. അത് കഴിഞ്ഞ് ഇതിലിട്ടതിന് ശേഷം വീണ്ടും വിസിലടുപ്പിക്കുമല്ലോ, ആ സമയം കൊണ്ട് നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഞാൻ കടലയും ചേർത്തു, പൊട്ടറ്റോയും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ പോകാൻ കേട്ടോ. 2-3 മിനിറ്റ് മതി, അതിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ കുറച്ചൊന്ന് പൊട്ടറ്റോ ഒന്ന് വെന്ത് വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസിൽ കൊണ്ടൊന്നും പെട്ടെന്ന് വേവത്തില്ല. ഈ പൊട്ടറ്റോ അത്യാവശ്യം വലിപ്പത്തിലല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈരിന് പകരം നിങ്ങൾക്ക് നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നാരങ്ങനീരാണ് ചേർക്കുന്നതെങ്കിൽ ലാസ്റ്റിൽ ചേർത്താൽ മതി. തൈരായതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ബസ്മതി റൈസ് ഇല്ലേ, അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മെല്ലെയാണ് ഇളക്കി കൊടുക്കുന്നത്, കാരണം ഈ ബസ്മതി റൈസ് ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അധികമായിട്ട് അങ്ങ് മിക്സ് ചെയ്യുന്നുമില്ല. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കടല വേവിച്ചേക്കുന്ന വെള്ളം കളഞ്ഞിട്ടില്ല, കാരണം ഇതിനകത്ത് എല്ലാ ഗുണങ്ങളും ഉണ്ട്, അതേപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം കളഞ്ഞിട്ടില്ല. അതും കൂടി ചേർത്ത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്തേക്കുന്നത്. കൃത്യം 1.5 ഗ്ലാസ്സേ ചേർത്തിട്ടുള്ളൂ, കാരണം നമ്മളിതിൽ തൈര് ചേർത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ മസാലയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, മല്ലിയില പുതിനയിലൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കാവൂ. ഒരു വിസിലടിച്ച് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്നു നോക്കുമ്പം ബ്രൗൺ കടല പുലാവ് റെഡി ആയി കേട്ടോ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബസ്മതി റൈസ് ഒരിക്കലും ചൂടോടെ ഇട്ട് ഇളക്കരുത്, അതങ്ങനെ തന്നെ ഒന്ന് തണുക്കട്ടെ, എന്നാലും നിങ്ങളൊന്ന് കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. എന്നിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് കൊടുത്തു വിടുക.
അടിപൊളി റെസിപ്പിയാണ്, ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സാഗുവിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഈ പൂരി ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സാഗുവാണ്. എന്തിന് ഇടിയപ്പത്തിൻ്റെ കൂടെ വരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുത്തു, പിന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബീൻസ് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം 3/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നൂൽക്കോൽ എന്ന് പറഞ്ഞ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നൂൽക്കോൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഐറ്റം. ഇതിൻ്റെ എനിക്ക് മലയാളം പേര് അറിയില്ല. ഇതാണ് ഐറ്റം. ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൗചൗ എന്ന് പറഞ്ഞിട്ട് ഒരു വെജിറ്റബിൾ ആണ്. ഇതും കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അതേതാ വെജിറ്റബിൾ എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇത് പലർക്കും അറിയുന്നുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നത്. ഇതിവിടെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ചേർക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചേർത്തേക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്തു, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും മാത്രം മതി. എന്നിട്ട് 3/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അതവിടെ വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പട്ട, ഏലക്ക, ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1 ടീസ്പൂൺ ഗസ്ഗസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വലിയ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് 5 ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസ്കസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം. അത് ചേർക്കുകയാണെങ്കിൽ പ്രോപ്പർ ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ കിട്ടും. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി പച്ചക്കറിയൊക്കെ വെന്തോന്ന് നോക്കാം. 2 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. കാരണം ഇതിനി വേവിക്കാനുണ്ട്, ആ സമയത്ത് കുറച്ചും കൂടി ഉടയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ എക്സാക്ട് 2 വിസിൽ മാത്രം മതി. ഇനി ഒരു കടായി ചൂടാക്കാൻ വെച്ച് എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് വാടി വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ ഒരു കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവാണ്. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി എടുത്താൽ മതിയല്ലോ. നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഗ്രീൻ പീസ് ഇല്ലാന്നുണ്ടെങ്കിൽ തലേദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചില്ലേ, ആ സമയത്ത് അതിൻ്റെ കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഫ്രഷ് ഗ്രീൻ പീസ് ഉള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് സ്കിപ്പ് ചെയ്തു. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്ന സമയത്ത് വീണ്ടും ഒന്ന് വെന്ത് വന്നോളും. ഇതായിപ്പോൾ 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. ജസ്റ്റ് 1-2 ബബിൾ ഒന്ന് വന്നാൽ മതി. ആ സമയം കൊണ്ട് ഇതിൻ്റെ റോ സ്മെല്ലങ്ങ് പോയി കിട്ടും. അപ്പോൾ 1-2 ബബിൾ ഒന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല, അതല്ലെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായാലും ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് കറിക്ക് എത്രത്തോളം വെള്ളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഈ കറി ഇരിക്കും തോറും നല്ല തിക്കായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് വെള്ളം നിങ്ങൾക്ക് എത്ര വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഹോട്ടൽ സ്റ്റൈൽ സാഗു റെഡി ആയിട്ടോ. ഇത് ശരിക്കും ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടാറ്റാ.